ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാർബി ഡോളിൻ്റെ കേക്ക് ഡെക്കറേഷനുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡെക്കറേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ സ്പോഞ്ച് കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒരു കേക്കും പിന്നെ 6 ഇഞ്ചിൻ്റെ തന്നെ ഒരു ഡോൾ കേക്കിൻ്റെ മോൾഡിൽ ഒരു കേക്കുമാണ് ചെയ്തിട്ടുള്ളത്. 1 കിലോയുടെ ബാറ്ററാണ് ഈ 2 ടിന്നിലായിട്ട് ഒഴിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് ഒന്ന് കേക്ക് തണുത്ത് കഴിഞ്ഞപ്പോൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഡോൾ കേക്ക് ആകുമ്പോൾ കുറേ ലെയർ വരുമ്പോൾ അതനുസരിച്ചിട്ട് വിപ്പിംഗ് ക്രീം വേണം. അപ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഏതൊക്കെ കളർ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കളർ കൊടുക്കുക. ഞാനിവിടെ ഒരു 4-5 കളറ് കൊടുത്തിട്ട് ഓരോ പൈപ്പിംഗ് ബാഗിൽ സ്റ്റാറിൻ്റെ നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് നനച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. എന്നിട്ട് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡോളിനെ താഴ്ത്തി വെക്കാനായിട്ട്. ഈ ഒരു കേക്ക് 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്ത കേക്കാണ്. പക്ഷേ ഒരു 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് കനത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ലെയറിലും വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ കേക്കും ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് നനച്ചിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ലെയറാക്കി എടുക്കാം. അപ്പോൾ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് കേക്ക് ടോപ്പർ ഡോളിൻ്റെ കേക്ക് ടോപ്പർ വെക്കുമ്പോൾ പിന്നെ നമ്മൾ ആദ്യം തൊട്ട് നല്ല ആഴത്തിൽ ഹോൾ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇനി ഈ കേക്ക് മൊത്തത്തിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഒരു പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചെറിയൊരു സ്പാച്ചില വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കാം. നമ്മൾ ഡോൾ കേക്ക് ചെയ്യുമ്പോൾ സ്പാച്ചില വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റില്ല, ഉയരമുള്ള കേക്കാകുമ്പോൾ. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ടൊന്ന് ഫിനിഷിങ്ങിനായിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ല കട്ടിയുള്ള ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ്. അത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഒരു ഫ്രോക്കിൻ്റെ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. എവിടെയെങ്കിലും ക്രീമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. ഒരുപാട് പ്രഷർ കൊടുക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. മുകളിലും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉയരമുള്ള കേക്ക് ആയതുകൊണ്ട് ഒന്ന് തെന്നി പോകാതിരിക്കാനായിട്ട് 2 സ്ക്യൂവർ ആ ഒരു അളവിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കേക്കിൽ വെക്കുന്ന സ്ട്രോ പോലത്തത് കിട്ടും, അതായാലും കുഴപ്പമില്ല. ഇതിൻ്റെ സെൻറ്ററിൽ ഡോളിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടതുകൊണ്ട് സൈഡിലായിട്ടാണ് കുത്തി കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഡോൾ വെച്ച് കൊടുക്കാനായിട്ട് ആ ഡോളിൽ കുറച്ച് പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ആ കേക്കിലേക്ക് കുത്തി കൊടുക്കുന്ന ആ ഭാഗത്തായിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇറക്കി വയ്ക്കാം.
ഇനി ആ ക്രീം പോയിട്ടുള്ളതൊക്കെ ഇതേപോലെ ചെറിയ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റോസൊക്കെ പൈപ്പ് ചെയ്യുന്ന 104 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നോസിലാണ്. അത് വെച്ചിട്ട് താഴത്തെ ആ ഒരു പ്രില്ല് പോലെ കൊടുക്കുന്നുണ്ട് ഫ്രോക്കിന്. അതേ ഒരു നോസിൽ വെച്ചിട്ട് തന്നെയാണ് മുകളിൽ ഫ്രോക്കിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബ്ലൂ കളറിലുള്ള വിപ്പിംഗ് ക്രീം ഒരു സ്റ്റാറിൻ്റെ നോസിലിട്ടിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു കറക്റ്റ് ഡിസ്റ്റൻസിൽ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് ചുറ്റുമായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാറിൻ്റെ നോസിൽ വെച്ചിട്ട് തന്നെ ഫ്ലവർ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചെറിയൊരു മുത്തുമണികൾ പോലെ തോന്നാനായിട്ട് വൈറ്റ് കളറിലുള്ള വിപ്പിംഗ് ക്രീം ഒരു ചെറിയ ഹോളിട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ കളറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പിങ്കും യെല്ലോയും കൂടെ ഇടയ്ക്ക് കുറച്ച് ബ്ലൂവും ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് പിങ്കും യെല്ലോയും വെച്ചിട്ടുള്ളൊരു ഡോളിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡോൾ കേക്കിൻ്റെ ഫ്രോക്ക് ഒരുവിധമൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫോണ്ടൻറ്റിൻ്റെ കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തതും പിന്നെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ ബോൾസ് ഫ്രോക്കിൻ്റെ അങ്ങിങ്ങായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലെ ചെറിയ മുത്തുകളാണ് ഈ ഫ്രോക്കിൻ്റെ താഴേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ക്യാൻഡിൽസ് ഇത് ഫോണ്ടൻ്റ് കൊണ്ട് ഫ്ലവർ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ക്യാൻഡിൽസ് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലും ഈ ഒരു ഫ്രോക്കിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടും 2 ബട്ടർഫ്ലൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് മാല കൊടുത്തിട്ടുള്ളതും ഫോണ്ടൻറ്റും ഒരു മുത്തും കൂടെ വെച്ചിട്ടാണ്. ഡോൾ കേക്കിലേക്ക് പേരെഴുതി കൊടുക്കാനായിട്ട് ഞാൻ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് ഒരു റെഡ് കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ടാണ് ഇങ്ങനെ പേരെഴുതി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് ക്രോസിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഭംഗിയിൽ കിട്ടും ഡോൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഡെക്കറേഷനാണ്. നല്ല ഭംഗിയിൽ നമുക്ക് ഡോൾ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്